മറുപടി ഒരാൾ കൂട്ടമായി മാറിയ പ്രസ്ഥാനത്തിന് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ അക്രമം കാണിക്കുക. ആ അക്രമത്തിന്റെ പേരിൽ മുട്ടയ്ക്കുള്ളിൽ മുളകുപൊടി കൊണ്ടുവരിക, ഈ പോലീസിന്റെ ഫൈബർ ഷീറ്റ് അടിച്ചു തകർക്കുക, ഫൈബർ ലാത്തി തകർക്കുക, പോലീസുകാരന്റെ കൈ ഒടിക്കുക, 3 സെക്യൂരിറ്റി സ്റ്റാഫുകളെ പരിക്കേൽപ്പിക്കുക, അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അയ്യോ അറസ്റ്റ് രേഖപ്പെടുത്തിയേ എന്ന് നിലവിളിക്കുക. ഇത് വിചിത്രമാണ് എന്നാണ് ഫാത്തിമ തഹ്ലിയ. അല്ല, വസീഫ് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറിയും ശ്രീ സജി ചെറിയാനെ പോലെയുള്ള മന്ത്രിമാരും ഒക്കെ പറഞ്ഞതിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതേ അനുപാതത്തിൽ തന്നെയാണ് വസീഫ് ഒരു പത്തരമാറ്റ് CPM അല്ലെങ്കിൽ DYFI നേതാവിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നേരത്തെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിലുള്ള പുച്ഛവും അവജ്ഞതയും അല്ലെങ്കിൽ അതിലുള്ള അവതരണവും ഒക്കെ തീർത്തും വ്യക്തമാണ്. കേരള സമൂഹത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ എനിക്ക് അത്ഭുതമായി തോന്നിയത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രതിപക്ഷം ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും വസീഫിന് വ്യക്തമല്ല. പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞത് ഞങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുകയാണെന്ന. നവകേരള സദസ്സിനകത്തേക്ക് പോയിട്ടല്ല പ്രതിഷേധങ്ങളൊന്നും നടന്നത്. എന്നാൽ മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ വസീഫ് സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ല. ഞാൻ വസീഫ് അല്ലല്ല വസീഫിനോടല്ല എനിക്ക് മറുപടി പറയാനുള്ളത്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് എന്റെ സമയം അല്ലല്ല ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. അല്ല ഒരു മിനിറ്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന നവകേരള സദസ്സിൽ ആ ബസ് പോയ മ്യൂസിയത്തിൽ വെക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ബസ് പോയ വഴിയിൽ ഒറ്റയ്ക്കുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടത്. പിന്നീട് എന്താ കാണുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലീസില്ലേ, നല്ല പത്തരമാറ്റി പോലീസാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞ പോലീസ് എന്താണ് കണ്ണൂരിൽ ചെയ്തത്? അവിടെ ഹെൽമെറ്റും ചെടിച്ചട്ടിയും എടുത്ത് അവിടെ പ്രതിഷേധിച്ചിരുന്ന ആളുകളുടെ തലമണ്ടയ്ക്ക് അടിക്കുമ്പോൾ നോക്കി നിന്നതാണ് നിങ്ങളുടെ പോലീസ്. വേണ്ട, കോഴിക്കോട് എത്തിയപ്പം കണ്ടത് എന്താ? നിങ്ങൾ ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞിട്ട് ഐ കാൻ ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ അമേരിക്കയിലുള്ള ഒരു സംഭവത്തിന് അതിന് പരിച്ഛേദം എന്നോണം ഇവിടെ എൻ്റെ കഴുത്തിൽ നിന്ന് വിടൂ, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊരു യൂത്ത് കോൺഗ്രസ്സുകാരന് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹം അതിനു വേണ്ടിയിട്ട് അവസാനത്തെ വായുവിന് വേണ്ടി കേണപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈ കേരളത്തിലെ പോലീസിന് മുന്നിലാണ് എന്ന് നിങ്ങൾ മറക്കരുത്. ഇനി ഈ പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമാണ്. നേരത്തെ വസീഫ് പറഞ്ഞ പോലെ കേരളത്തിൽ ആദ്യമായിട്ടാണോ പ്രതിപക്ഷ സംഘടനകൾ സമരം ചെയ്യുന്നത്? ഇവിടെ സമരങ്ങൾ സ്വാഭാവികമാണ്. ജനാധിപത്യ മാർഗത്തിലാണ് സമരങ്ങൾ നടക്കുന്നത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് സമരം ചെയ്യാൻ വിഷയമുള്ളവര് അരുൺ അല്ലല്ല ശ്രീ അരുൺ, ഇവിടെ സമരം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് വരിക്കുമെന്ന് പറയുന്നതിൽ 100% അതിന് തയ്യാറാണ്. ഞങ്ങൾ ആന്റിസിപ്പേറ്ററിക്ക് പോലും പോകുന്നില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും സംഘവും ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അറസ്റ്റിനെ ഭയക്കുന്നവരല്ല UDFന്റെ പ്രവർത്തകർ, UDFന്റെ നേതാക്കന്മാർ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതാ ഞങ്ങൾ അറസ്റ്റിന് തയ്യാറാണെന്ന് പറയും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അറസ്റ്റ് ചെയ്തേ, ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ, രാവിലെ അറസ്റ്റ് ചെയ്തേ, വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തേ, അമ്മയുടെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തേ, എന്തിനാണ് നാടകങ്ങൾ? അതല്ല അരുൺ പ്രശ്നം, അതല്ല. ഇവിടെ കൃത്യമായിട്ടൊരു ഗൂഢാലോചന യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ, സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ പോലീസിനില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ, കൃത്യമായിട്ട് ക്ലിഫ് ഹൗസിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തിനു വേണ്ടി എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവർ നടത്തിയിട്ടുള്ള നവകേരള സദസ്സിലെ അവസാനം ആളുകൾ പ്രാർത്ഥിക്കായിരുന്നു എങ്ങനെയെങ്കിലും ആ ബസ് തിരുവനന്തപുരത്ത് എത്തട്ടെ എന്ന്. എന്തുണ്ടായി? പരാതി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കാസർഗോഡ് നിന്ന്. തൃശ്ശൂർ വിട്ടപ്പോൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ പരാതി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ജനസമ്പർക്കാണെന്ന് പറഞ്ഞു. എന്ത് ജനസമ്പർക്കാണ് നമ്മൾ കണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് അകന്ന് കഴിയുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. പിന്നെ അതിനുശേഷം എന്താണ് നടക്കുന്നത്? PR വർക്കിലൂടെ അദ്ദേഹം ഈ കോവിഡ് സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് പണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദനോട് ഒരു പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? അന്നത്തെ പാർട്ടി സെക്രട്ടറി ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ രീതിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് കേരള ജനങ്ങളുടെ മുമ്പിലേക്ക് കാണുന്നത്. ആ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ഗൂഢലക്ഷ്യങ്ങള്. അല്ലല്ല ഞാൻ എനിക്ക് അല്ല വസീഫിന് നിങ്ങൾ ഒരുപാട് സമയം കൊടുത്തു, ഒരുപാട് സമയം കൊടുത്തു. ഞാൻ പറഞ്ഞു കഴിയട്ടെ, എന്റേത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അല്ല വസീഫിന്റെ പറയാൻ പോകുന്ന കാര്യങ്ങൾ
ഞാൻ നിങ്ങളുടെ പറയട്ടെ, ലീഗിന്റെ ഞാൻ പറയട്ടെ, നേതൃത്വത്തോട് നിങ്ങൾ ഈ പറയാൻ പറഞ്ഞ പറ. പോലീസ്, അല്ല, നിങ്ങൾ എന്നെ ഈ വിളിച്ച പിന്നെ പറയുന്ന ഞാൻ പറയേണ്ടത് പോലീസ് അഹിലിയ. കേരളത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾ ലീഗിന്റെ മനസ്സിലാക്കണം. ഫാത്തിമ, നേതാക്കന്മാർക്കും ഫാത്തിമയുടെ ആരോപണമെല്ലാം നമ്മൾ കേട്ടു. അതിന് മറുപടി കൂടി പറയട്ടെ. ഞാൻ നേരത്തെ ഫാത്തിമ പറഞ്ഞു. ഗുരുതരമായ ഈ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ വികസന പ്രവർത്തനത്തോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടാണോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ പറയുന്ന നിലപാട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ നിലപാടാണോ? നിങ്ങൾ ഈ പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ നിലപാടാണോ? ഔദ്യോഗികമായി മുസ്ലിം ലീഗിന് ഈ നിലപാടില്ല ദഹ്ലിയ. അവരെവിടെയും ഈ കരിങ്കൊടി കാണിക്കാൻ വന്നിട്ടില്ല. നിങ്ങൾ പിന്നെ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അരുണെ ഇത് നോക്ക്, കമാൻഡോ ഓപ്പറേഷൻ ഇന്നിറങ്ങിയ മനോരമയുടെ വാർത്തയായത്. ഞാൻ ദഹ്ലിയ നിങ്ങളോട് വെറുതെ വർത്താനം പറയാനില്ല. നിങ്ങൾ ഈ ഒഫീഷ്യലി ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല സംസാരിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ വെറുതെ വായ തോന്നുന്നത് വിളിച്ചു പറയാ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി എവിടെയാണ് കരിങ്കൊടി കാണിച്ചത്? എവിടെയാണ് കരിങ്കൊടി കാണിച്ചത്? എവിടെയാണ് കരിങ്കൊടി കാണിച്ചത്? ഞാൻ ഇവിടെ പറഞ്ഞത് മുസ്ലിം ലീഗ് എവിടെയാ കരിങ്കൊടി കാണിച്ചത്? മുസ്ലിം ലീഗ് എവിടെയാണ് ഈ സമരത്തോടൊപ്പം ഉണ്ട്? ഈ സമരം തെറ്റാണ് എന്ന് പറഞ്ഞത്, ഈ പറയുന്ന സമരം ന്യായമാണ്, ഞങ്ങൾ ആ സമരത്തോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിൽ ഐതിഹാസികമായ മുന്നേറ്റമായിട്ടാ നവകേരള സദസ്സ് മാറിയത്. ഒന്നുമില്ലതായില്ല. നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയാ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നേതൃത്വത്തോട് നിങ്ങളെ ഒന്ന് അംഗീകരിക്കണം. ഒറ്റ ചോദ്യം, 30 സെക്കൻഡ്സ്. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. കോടതിയിൽ ജാമ്യം കിട്ടാൻ വേണ്ടി കരച്ചിൽ നടത്തുന്ന യൂത്ത് കോൺഗ്രസുകാരെ കുറിച്ചാണ് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യേണ്ടത്. Debate with Arun Kumar.